ഞാൻ ഈ സംവാദം ഡോക്ടർ GV ഹരിയിൽ നിന്ന് ആരംഭിക്കുകയാണ്. ഡോക്ടർ ഹരി, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി സനാതന ധർമ്മത്തെ കയറി പിടിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രിയും CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ, MV ഗോവിന്ദനും. സനാതന ധർമ്മം ഈ കാലഘട്ടത്തിൽ അശ്ലീലമാണെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ കണ്ടുപിടുത്തം. അതെങ്ങനെയാണ് അശ്ലീലം ആകുന്നത്? ഇവർ പൊട്ടന്മാരാണോ അതോ പൊട്ടന്മാരായിട്ട് അഭിനയിക്കുകയാണോ? അതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ CPMനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വലിയ വിഷയദാരിദ്ര്യത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അവർക്ക് ഈ ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസവും അതോടൊപ്പം തന്നെ ആൻറ്റിതീസിസ്, തീസിസ്, സിന്തസിസ് തുടങ്ങിയ സാധനങ്ങളൊന്നും എറിക്കുന്നില്ല. ഇതൊക്കെ ആളുകളോട് പറയുന്ന ആളുകൾക്ക് അടിസ്ഥാനപരമായി വേണ്ടത് ഭക്ഷണമാണ്, തൊഴിലാണ്. ഇതൊന്നും കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം. പിന്നെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം നോക്കൂ, വഷളായി നിൽക്കുകയാണ് മൊത്തമായി. ഈ അവരെ നേതാക്കന്മാർ, മന്ത്രിമാർ പറയുന്ന അടക്കം പരിശോധിച്ച് നോക്കുക. ഇന്ന് ശ്രീ അനിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, മന്ത്രി, സാംസ്കാരിക വകുപ്പ് മന്ത്രി പുകയെടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞില്ല. ഇത്തരത്തിലൊരു പുകയിലാണ് മൊത്തം നിൽക്കുന്നത്. അപ്പോൾ ഇത് ഇവർ പറയുന്നതൊക്കെ കേട്ടിട്ടാണ്, അത് ഇവർ പറയുന്നതൊക്കെ കേട്ടിട്ട് ഇത് എല്ലാവരും പുകയെടുക്കുന്ന ലക്ഷണമാണ് കാണുന്നത്. അതുകൊണ്ട് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കാരത്തെയും നമ്മുടെ രാജ്യം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെയും ഒക്കെ എങ്ങനെ തകർത്തുകൊണ്ട് ഈ രാജ്യത്ത് കമ്മ്യൂണിസം നടപ്പാക്കാം, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ വീണ്ടും തിരിച്ചു കൊണ്ടുവരാം എന്നൊക്കെയുള്ളൊരു ചിന്താശ്രേണിയിലാണ് ഇവരെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇതിനെക്കുറിച്ചൊരു തുടർച്ചയായ ഒരു ചർച്ച ജനം TV വെക്കുന്നതിൽ ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. കാരണം ഈ വിഷയം തീർച്ചയായും നമ്മൾ ഈ കാലഘട്ടത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. അപ്പം ഞാൻ പാർലമെൻറ്റിൽ ശ്രീ രാഹുൽ ഗാന്ധി മനുസ്മൃതി, ഇവിടെ നേരത്തെ ശ്രീ അനിൽ മനുസ്മൃതിയെക്കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ആ വിഷയത്തിൽ കൂടി ടച്ച് ചെയ്ത് മുന്നോട്ട് പോകാം എന്ന് വിചാരിക്കുന്നത്. എന്താണ് മനുസ്മൃതി, എന്താണ് സനാതനധർമ്മം, എന്താണ്, ആരാണ് ഹിന്ദു, എന്താണ് ഹിന്ദുയിസം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ ആഴത്തിൽ പഠിച്ചിട്ടുള്ള ആളുകൾ നമുക്കിടയിലുണ്ട്. ഞാനിത് പ്രേക്ഷകർക്ക് കൂടി വേണ്ടി, അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് കൂടി മനസ്സിലാവുന്ന ഭാഷയിൽ വളരെ ലളിതമായി സനാതനധർമ്മം എന്താണ് എന്നതിനെക്കുറിച്ച് ഒരു ആമുഖം പറയുന്നത് നന്നായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. സനാതനധർമ്മവും ഹിന്ദുയിസവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള പല സംശയങ്ങൾ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ തന്നെ പങ്കെടുത്തൊരു ചർച്ചയിൽ നമുക്കറിയാവുന്നതുപോലെ നമ്മൾ വലിയൊരു ചർച്ച അതുമായി ബന്ധപ്പെടുത്തി കുറേ കാര്യങ്ങളിവിടെ ശ്രീ അനിലും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ രാജ്യത്ത് ഇതൊരു മതമാണോ, സനാതനധർമ്മമല്ലേ, അത് ഹിന്ദു മതമാണോ എന്നൊക്കെയുള്ള പല ചർച്ചകളും പല ആളുകളും ഇവിടെ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള സനാതനധർമ്മം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് നമുക്ക് മുന്നേ കടന്നുപോയിട്ടുള്ള, നേരത്തെ അനിൽ സൂചിപ്പിച്ചതുപോലെ തലയിൽ ആളുതാമസമുള്ള അല്ലെങ്കിൽ സാംസ്കാരികമായി ചിന്തിക്കുന്ന ഒരുപാട് ആളുകൾ മുന്നോട്ട് വച്ചിട്ടുള്ള മനുഷ്യൻ്റെ സുഗമമായ ജീവിത സഞ്ചാരത്തിന് വേണ്ടി ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഒരു ഫ്രെയിം ആയിട്ടാണ് ഞാനിതിനെ കാണുന്നത്. വേറെ ഒരുപാട് അഭിപ്രായങ്ങളുണ്ടാവാം. പക്ഷേ ഒരു മനുഷ്യൻ അവൻ്റെ ഒരു 100 വർഷം, ഇപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ഇതിനെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ 4 ഘട്ടങ്ങളായിട്ടാണ് കണക്കാക്കുക. അപ്പോൾ ആ ഒന്നാമത്തെ ഘട്ടത്തെ ബ്രഹ്മചര്യം എന്ന് പറയും. അതിനകത്ത് വിദ്യാഭ്യാസം ആണ് ആർജിക്കേണ്ടത്. ആ ബ്രഹ്മചര്യം കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ ഗൃഹസ്ഥാശ്രമിയായി മാറുകയാണ്. അതായത് അവനൊരു കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് അവൻ മുന്നോട്ട് പോകുന്നൊരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുന്നു. അവൻ കുടുംബസ്ഥനാകുകയാണ്. അത് എല്ലാ മനുഷ്യരും ഇപ്പോൾ പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാവും. അത് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും BJPക്കാരും എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. നമ്മൾ ആലോചിക്കണം, നമുക്ക് മുന്നേ കടന്നുപോയ ദീർഘവീക്ഷണമുള്ള ആളുകൾ ചെയ്തിരിക്കുന്ന കാര്യമാണ്. മൂന്നാമത്തത് എന്ന് പറയുന്നത് വാനപ്രസ്ഥമാണ്. അതായത് അവൻ്റെ ലൗകിക ജീവിതങ്ങളിൽ നിന്ന് പതുക്കെ ഒരു സുപ്രഭാതത്തിൽ രാവിലെ അങ്ങ് എണീറ്റ് സന്യാസിയാവാൻ പോവുകയല്ല, മറിച്ച് 25 വർഷം എടുത്തുകൊണ്ട് അവൻ പതുക്കെ മാറി അവൻ സന്യാസത്തിലേക്ക് പോകുന്നു. സന്യാസം 25 വർഷത്തോളം എടുത്ത്, അതും ഒരു 10-25 വർഷത്തോളം എടുത്തുകൊണ്ട് അവൻ മോക്ഷപ്രാപ്തിയിലേക്ക് പോകുന്നു. ഇതാണ് സങ്കല്പം. ഞാൻ ഈ സങ്കല്പമാണ് പറയുന്നത്. അപ്പം ഇതിനെ നമ്മൾ പ്രധാനമായിട്ട് 4 ഘട്ടങ്ങളാണ്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിന് 100 വയസ്സ് അല്ലെങ്കിൽ 100 വർഷം ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുമെന്ന സങ്കല്പത്തിലൊക്കെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായി ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവനാക്കേണ്ടതായ ധർമ്മത്തെക്കുറിച്ച്, അർത്ഥത്തെക്കുറിച്ച്, കാമത്തെക്കുറിച്ച്, മോക്ഷത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പം ഈ ആശ്രമങ്ങൾ, നമ്മളിതിനെ പറയുന്ന വർണ്ണാശ്രമ സമ്പ്രദായം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വർണ്ണാശ്രമ സമ്പ്രദായത്തിലൂടെ എല്ലാ മനുഷ്യരും കടന്നു പോകും, അതിനകത്ത് ഒരു സംശയമൊന്നുമില്ല. അപ്പം അങ്ങനെ
സനാതനധർമ്മം എന്നത് ലോകമുണ്ടായ കാലം മുതൽ ഇപ്പോഴും അതിലെ കാര്യങ്ങളാണ്. ഇനി എന്താ, ഈ സനാതനധർമ്മത്തിൽ ചില കുറവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതിനകത്ത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തെറ്റായ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മതം തന്നെ പറയുന്നുണ്ട് അതിനകത്തുള്ളൊരു ആന്തരികമായ ശുദ്ധി അതിങ്ങനെ വരുത്തി മാറി കൊണ്ടുപോയി. ഒരു ഉദാഹരണം ഞാൻ പറയാം. കുരുതി എന്നൊരു സാധനം ഉണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി പറയാം. അപ്പോൾ കുരുതി എന്ന് പറയുന്ന സാധനം ആദ്യം മനുഷ്യനെ കുരുതി കൊടുത്തിരുന്നു, അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ മൃഗബലി ഉണ്ടായിരുന്നു. അതോട് കഴിഞ്ഞ് ഇപ്പോഴും നമ്മൾ അമ്പലത്തിലെ നോട്ടീസുകൾ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അതിന് ഗുരുസി എന്നൊരു സാധനത്തെക്കുറിച്ച് നമ്മൾ കാണാം. കുരുതി അതിനകത്ത് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഗുരുസി, ഞാൻ അമ്പലത്തിൻ്റെ ഈ പരിപാടിയുടെ എല്ലാ ഉത്സവങ്ങളുടെ അവസാനം നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരു വലിയ ഉരുളിയിൽ ഒരു ചുണ്ണാമ്പ് വെള്ളം കലക്കി അതിനകത്ത് ഈ നമുക്കറിയാം ഈ കുമ്പളങ്ങ വെട്ടി അതിനകത്തേക്ക് ഇടുമ്പോൾ അത് പെട്ടെന്ന് ചുവന്ന നിറത്തിലേക്ക് പോകുന്നു. പഴയ സങ്കല്പമാണ്. അപ്പം എന്തുകൊണ്ടാണ് നമ്മൾ ഈ മനുഷ്യ ബലി അവസാനിപ്പിച്ചത്, മൃഗബലി അവസാനിപ്പിച്ചത്? എന്നാലും ചില സ്ഥലങ്ങളിൽ ഇപ്പോഴും ഉണ്ട് കേട്ടോ, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. അപ്പം എന്തുകൊണ്ടാണ്? ഇറ്റ് ഈസ് എ റിനോവേഷൻ. നമ്മളൊരു ചെറിയ നമ്മൾ റിനോവേറ്റ് ചെയ്തെടുക്കുക നമ്മൾ പറയും. നമ്മുടെ തന്നെ മതത്തിനകത്തുള്ള കുറവുകളെ തെറ്റായെടുക്കും. ഉദാഹരണത്തിന് ക്ഷേത്രപ്രവേശന വിളംബരം. എന്താണ് ക്ഷേത്രപ്രവേശന വിളംബരത്തിനകത്തുണ്ടായിട്ടുള്ള വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സനാതന ധർമ്മത്തിനകത്ത് അല്ലെങ്കിൽ ഹിന്ദു ധർമ്മത്തിനകത്തുണ്ടായ തെറ്റായ കാര്യങ്ങളിൽ ഇപ്പോൾ നമ്മൾ പറയും ചില ആളുകളെ മാറ്റി നിർത്തുന്നു. പട്ടിക്കും പൂച്ചയ്ക്കും സഞ്ചരിക്കാൻ കഴിയും, എന്നാൽ മനുഷ്യൻ അമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. അപ്പോൾ എന്ത് സംഭവിച്ചു? അതിൽ തന്നെ വിശ്വസിക്കുന്ന ആളുകൾ അതിനകത്ത് നിന്നുകൊണ്ടുള്ള ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഒരു പരിവർത്തനത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അതാണ് വേണ്ടത്, അതാണ് വേണ്ടിയത്. ഇപ്പം മനുഷ്യൻ്റെ കാര്യം എടുക്കാം. അപ്പം ഞാൻ എന്നൊരു വ്യക്തി എടുക്കാം. ആ വ്യക്തിയെ, ആ മനുഷ്യൻ, എനിക്കെന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ആ കുറവിനെ ഞാനാണ് പരിഹരിക്കേണ്ടത്, നാട്ടുകാരല്ല പരിഹരിക്കേണ്ടത്. അപ്പോൾ ഇവിടെ എന്താണ് ഇതൊരു ഒരു വിവാദമായി വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ പറഞ്ഞു, ഇതിനകത്ത് നല്ലതുമുണ്ട് ചീത്തയുമുണ്ട്. അത് ഏത് മതത്തിലാണ് ഇതില്ലാത്തത്? എല്ലാ മതങ്ങളും നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. ഏതു മതം, അത് ഇസ്ലാം മതം നിങ്ങൾ പരിശോധിച്ച് നോക്കൂ, ഹിന്ദു മതം നിങ്ങൾ പരിശോധിക്കൂ. രാജ്യത്ത് 10 മതമുണ്ട്. ഹിന്ദു മതം, ക്രിസ്തു മതം, അതോടൊപ്പം ഇസ്ലാം മതം, ജൈന മതം, അതോടൊപ്പം തന്നെ ബുദ്ധമതം, അതോടൊപ്പം തന്നെ സൊറാസ്ട്രിയൻ മതം, പാഴ്സി മതം, അതോടൊപ്പം തന്നെ ബഹായി മതം അടങ്ങുന്ന 10 മതങ്ങളാണ് നമ്മുടെ ഭാരതത്തിലുള്ളത്. ഇതിൽ ഏത് മതങ്ങൾ എടുത്ത് നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു കുറവുണ്ട്, അതേസമയം അതിനകത്തൊരു പോസിറ്റീവ് വശവുമുണ്ട്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നല്ലതിനെ നിലനിർത്തുകയും മോശപ്പെട്ടതിനെ നമ്മൾ എന്ത് ചെയ്യുക, മാറ്റിയെടുക്കുകയും ചെയ്യുക. അതെത്രയോ കാലമായി ഇതിനകത്ത് നടക്കുന്നുണ്ട്. അത് കമ്മ്യൂണിസ്റ്റുകാർ ആരും പറഞ്ഞിട്ടല്ല നടക്കുന്നത്. ഏതെങ്കിലും CPI-ക്കാർ ഇതിപ്പോൾ അശ്ലീലമാണ്, വർത്തമാനകാലത്തെ അശ്ലീലമാണ് എന്നൊക്കെ പറയുമ്പോൾ ഹിന്ദു ധർമ്മത്തിൽപ്പെട്ടവർ അല്ലെങ്കിൽ വിശ്വസിക്കുന്നവർ കൊള്ളില്ല എന്നുള്ള ഒരു ധ്വനിയല്ലേ അതിലുള്ളത്. മാത്രമല്ല മറ്റ് മതങ്ങളിൽ നേരത്തെ പറഞ്ഞ പോലെ കുഴപ്പങ്ങളുണ്ട് അല്ലേ? പക്ഷേ അത് ചൂണ്ടിക്കാണിക്കാനും അത് വിളിച്ചു പറയാനുള്ള തൻ്റെ ഇടം ഇവർ കാണിക്കുകയോ, ഗോവിന്ദ മാഷ് കാണിക്കുകയോ, പിണറായി വിജയൻ കാണിക്കുകയോ? അതിന് ഉള്ളൊരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് തോന്നുന്നു TG ഇതിനേക്കാളും നന്നായി പച്ചയായിട്ട് പറയുന്ന ആളാണ്. അപ്പോൾ TG അത് പറഞ്ഞോളും. എന്തായാലും ഞാൻ പറയുകയാണ്, ഇതിനകത്തൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ഇതിനകത്ത് അങ്ങനെ ഒരു വോട്ട് ബാങ്ക് ഇല്ലല്ലോ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ബേസിക് പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ വോട്ട് കിട്ടുകയും കിട്ടാതിരിക്കുകയും ചെയ്യുന്നതാണ് ഇതിനകത്തുള്ള അടിസ്ഥാനപരമായ പ്രശ്നം അവരെ സംബന്ധിച്ചിടത്തോളം. അല്ലാതെ ഇതിനെ നന്നാക്കിയെടുത്ത് ഈ സനാതന ധർമ്മത്തെയൊക്കെ നന്നാക്കിയെടുത്ത് ഗംഭീരാക്കി നിലങ്ങൾക്ക് തന്നെ കൊടുക്കുക എന്നുള്ള ഉദ്ദേശമൊന്നും ഇതിനകത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഞങ്ങളെടുക്കുന്നൊരു നിലപാടെന്താണെന്ന് പറയുക, കോൺഗ്രസ് പാർട്ടി എടുത്തിരിക്കുന്നൊരു നിലപാട് എല്ലാ മതങ്ങളുടെയും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നന്നായി തന്നെ മുന്നോട്ട് പോകണം എന്നതാണ് കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട്. അത് കോൺഗ്രസ് പാർട്ടി എല്ലാ കാലത്തും എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ശബരിമല വിഷയം ഉണ്ടായപ്പോൾ ശബരിമല വിഷയത്തിൽ കോൺഗ്രസ് എടുത്ത നിലപാട് എന്താണ്? വിശ്വാസികൾക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ വിശ്വാസികൾക്ക്, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കഴിഞ്ഞ ചർച്ചയിലും പറഞ്ഞാണ്, നമ്മുടെ സമൂഹത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ഒരു വിശ്വാസത്തിലാണ്. ഇപ്പം ഞാൻ പറയട്ടെ, നമ്മൾ ഏറ്റവും വലിയ വിശ്വാസം എന്താണെന്ന് അറിയാനില്ല. ഞാൻ ആലോചിച്ചിട്ട് എനിക്കറിയാം, നമ്മൾ ഈ അലാറം വയ്ക്കുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ വിശ്വാസം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നറിയാം, നാളെ രാവിലെ 5 മണിക്ക് നമ്മൾ എണീക്കും എന്ന് പറഞ്ഞിട്ട് നമ്മൾ അലാറം വെച്ചിട്ട് കിടക്കുകയാണ്. എന്തെങ്കിലും ഉറപ്പുണ്ടോ? എന്തുറപ്പാണുള്ളത്? ഒരുറപ്പുമില്ല. പക്ഷേ എന്താ നമ്മളത് വെക്കുന്നത്? 5 മണിക്ക് നമ്മൾ ഈ അലാറം വെക്കുന്നതിൻ്റെ കാരണം എന്താ? നമ്മൾ നാളെ എണീക്കും എന്നുള്ളത്. നമ്മൾ അങ്ങനെയല്ലേ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? അയ്യോ നാളെ എന്തായാലും 5 മണിക്ക് വെക്കേണ്ട, ഞാൻ എന്തായാലും എണീക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും അലാറം വെക്കാണ്ട് കിടക്കുമോ? ഇല്ല. അലാറം വെച്ചവരെല്ലാവരും എണീക്കുന്നുമില്ല. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അങ്ങനെ ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സമൂഹം മുന്നോട്ട് പോകുന്നത്. അങ്ങനെയല്ലേ? അങ്ങനെയാണല്ലോ. ഞാൻ പറയട്ടെ, വെള്ളക്കാറ് മാറ്റി കറുത്ത കാറാക്കിയതിൻ്റെ പിന്നിലെന്താ? വിശ്വാസമല്ലേ? ഞാൻ ആരാന്നൊന്നും പറയുന്നില്ല. വെള്ളക്കാറ് മാറ്റിയിട്ട് കറുത്ത കാർ ഉപയോഗിക്കണം എന്നൊരു ദൈവജ്ഞൻ പറഞ്ഞതനുസരിച്ച് മാറ്റിയത് ആരാണെന്നുള്ളതൊക്കെ പരസ്യമായ രഹസ്യമാണ്. വീട്ടിൽ പശു വളർത്തിയാൽ ഐശ്വര്യം ഉണ്ടാകുമെന്ന് പറഞ്ഞത് അത് സ്വാഭാവികമായിട്ട് അത് അനുസരിക്കുകയൊക്കെ ചെയ്യുന്ന ആളാരാണെന്നൊക്കെ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കറിയാം. രഹസ്യമായിട്ട് എല്ലാ ഇടപാടുകളും എല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ അതാണ്. അപ്പോൾ ഗോവിന്ദ മാഷ് ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ പൊതുസമൂഹത്തിനകത്തോട്ട് പറയുമ്പോൾ ഇതിനകത്തുള്ള ആൾ മുട്ടുമുറിക്കാൻ പോയതാരാ? ഇവിടെ എന്താണ്, നമുക്കറിയാവുന്ന പോലെ
ഏറ്റവും പ്രധാനപ്പെട്ട CPM നേതാവല്ലേ ഇത് പോയിട്ടുള്ളത്. ഇനി രസകരമായൊരു കാര്യം കൂടി ഞാൻ പറയാം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകുമ്പോൾ എൻ്റെ വീടിനടുത്തൊരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഉണ്ട്. ഞാൻ ഒരു ദിവസം രാവിലെ, അടുത്ത ഒരുപാട് ദിവസമൊന്നും ആയില്ല, ഒരു 2-3 ആഴ്ചയ്ക്ക് മുമ്പ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ രാവിലെ തൊഴാൻ ഒരു 7 മണിക്ക് ഞാൻ അവിടെ ചെന്നപ്പോൾ ഇദ്ദേഹം അവിടെ ക്യൂ നിൽക്കുകയാണ്. എന്നെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്തൊരു ജാള്യത. ഞാൻ സത്യസന്ധമായിട്ട് പറയാണ്, ഞാൻ താമസിക്കുന്ന വീടിൻ്റെ തൊട്ടടുത്തുള്ള പാർട്ടിയുടെ ഏറ്റവും വലിയ സജീവമായിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവർ ചെയ്യുന്നത്, ഞങ്ങൾ ചെയ്യുന്നതൊന്നുമല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇന്നാളും പറഞ്ഞാണ്, ഞങ്ങൾ ഒരു തുറന്ന വിശ്വാസികളാണ്. ഞങ്ങൾ ശബരിമലയിൽ പോവും, ഞങ്ങൾ 41 ദിവസത്തെ വ്രതം എടുക്കും. ഞാൻ കോൺഗ്രസിൻ്റെ കാര്യമാണ് പറയുന്നത്. ഞങ്ങൾ മക്കയിൽ പോവും, അതോടൊപ്പം തന്നെ ഞങ്ങൾ പള്ളിയിൽ അവിടെ പരിപാടി ഉണ്ടെങ്കിൽ അവിടെ പോവും. ഇതൊക്കെ ഞങ്ങൾ ചെയ്യും. പക്ഷേ ഇവിടെ എന്താ കാണുന്നത്, ഇവിടെ കമ്മ്യൂണിസത്തിനകത്ത് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആളുകൾ ചെയ്യുന്നത് ഒന്ന് പറയുകയും മറ്റൊന്ന് പ്രവർത്തിക്കുകയും ചെയ്യും. ഇത് പാടില്ല. ഇതല്ല നമുക്ക് വേണ്ടത്. അത് സനാതന ധർമ്മം, അത് ഒരു ധർമ്മമില്ല, അതിന് ഒരു ധർമ്മവും ഇല്ല. അതാണ് രസം. അതിൽ ഏറ്റവും അധർമ്മമായിട്ടുള്ള പ്രവർത്തനമാണ് ഒന്ന് പറയുക മറ്റൊന്ന് ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും അധർമ്മമായിട്ടുള്ള പ്രവർത്തനമാണ്. അപ്പം നോക്കൂ, ഞാൻ ഈ പറഞ്ഞു വന്നതാണ്, സനാതന ധർമ്മം എന്ന് പറയുന്നത് ലോകത്തിന് തന്നെ മാതൃകയായിട്ടുള്ള ഒന്നായിട്ടാണ് ഞാൻ അതിനെ വിലയിരുത്തുന്നത്. കാരണം ഒരു മനുഷ്യൻ്റെ ജീവിതം ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് നമുക്ക് മുന്നേ ജീവിച്ച ആളുകൾ എഴുതി വച്ചിരിക്കുന്ന പറഞ്ഞു തന്നിട്ടുള്ളതായിട്ടുള്ള അത് 3 തരത്തിൽ നമുക്ക് എത്തുക. ഒന്ന് ശ്രുതി, കേട്ടിട്ട് അല്ലേ. രണ്ടാമത് സ്മൃതി, നമ്മുടെ ഓർമ്മകളിൽ നിന്ന്. മൂന്നാമത്തത് അനുഭവം. അപ്പം ഞാൻ ഈ സമൂഹശാസ്ത്രത്തിൽ ഇതിനെക്കുറിച്ച് ട്രഡീഷനെക്കുറിച്ച് S.C. ഡ്യൂബെ എന്ന് പറഞ്ഞിട്ടൊരു സമൂഹശാസ്ത്രജ്ഞനുണ്ട്. അദ്ദേഹം രാജ്യത്തെ ഇന്ത്യൻ ട്രഡീഷനെക്കുറിച്ച് വളരെ ആഴത്തിൽ ഗവേഷണം നടത്തിയിട്ടുള്ള ആളാണ് S.C. ഡ്യൂബെ എന്ന് പറഞ്ഞിട്ടുള്ള ആൾ. അയാൾ ഇന്ത്യൻ സോഷ്യോളജിസ്റ്റായിരുന്നു. അയാൾ പറഞ്ഞിട്ടുള്ളതാണ് ഇതിനകത്തൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം, എങ്ങനെയാണ് ഈ ട്രഡീഷൻസ് നമ്മളിലേക്ക് എത്തുക. സോ ട്രഡീഷൻസ് കംസ് ത്രൂ 3 things. 1 is through ശ്രുതി, 2 is through സ്മൃതീസ്, ആൻഡ് 3rd is through അനുഭവ. അപ്പോൾ ഡയറക്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഓണം എന്താ, നമ്മൾ എല്ലാ വർഷവും ഓണം എങ്ങനെ എന്തുകൊണ്ട് ആഘോഷിക്കുന്നത്, നമുക്കിത് എങ്ങനെയാണ് ഇത് കിട്ടിയത്. ഇപ്പോൾ മാവേലി നാടുവാണിടും കാലം മാനുഷരെല്ലാവരും ഒന്നുമല്ല. ഈ പാട്ട് എനിക്കും അറിയാം, TGക്കും അറിയാം, അനിലിനും അറിയാം, ഇവിടുത്തെ ക്രിസ്ത്യാനിക്കും അറിയാം, ഇവിടുത്തെ ഹിന്ദുവിനും അറിയാം. എങ്ങനെ വന്നു? ഇറ്റ് ഈസ് ത്രൂ ശ്രുതി, ഇറ്റ് ഈസ് ത്രൂ സ്മൃതി. ഈ ശ്രുതിയിലുള്ളത് നമ്മുടെ സ്മൃതിയിലുണ്ടാവും. സ്മൃതിയിൽ കൂടാതെ ഇത് കൂടാതെ നമുക്ക് ഒരു ഡയറക്റ്റായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കൂടി നമുക്ക് കിട്ടുമ്പോൾ അത് നമ്മൾ ഉറപ്പിക്കുകയാണ്. അപ്പോൾ നോക്കൂ, അപ്പം നമുക്ക് മുന്നേ കടന്നു പോയിട്ടുള്ള നമ്മുടെ മുൻഗാമികളായിട്ടുള്ള ആളുകൾ അവരുടെ എക്സ്പീരിയൻസിൽ നിന്ന് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഏറ്റവും മനോഹരമായൊരു കാര്യമുണ്ട്. ഇനി അതിനകത്ത് കുറവുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ തിരുത്തിക്കോ, നിങ്ങളത് തിരുത്തി മുന്നോട്ട് പോക്കോ. പറഞ്ഞോ, എങ്ങനെ പറയണം, അടച്ചാക്ഷേപിക്കുകയല്ല ചെയ്യേണ്ടത്. നിങ്ങൾ അതിനകത്തൊരു തിരുത്തു വരുത്താനാണ്. ഇപ്പം ജനാധിപത്യത്തിൻ്റെ വക്താക്കളാണ് ഞങ്ങളെന്ന് പറയുക, എപ്പോഴും പ്രസംഗത്തിൽ പറയുന്നുണ്ട്. എന്താ ജനാധിപത്യത്തിൻ്റെ പ്രത്യേകത? ജനാധിപത്യത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, നിങ്ങൾക്കൊരു കുറവുണ്ട് അല്ലെങ്കിൽ എൻ്റെ ഒരു സുഹൃത്തിനൊരു കുറവുണ്ടെങ്കിൽ ഞാൻ ആ കുറവ് അയാളോട് വളരെ ഇതായിട്ട് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? അയാളെ തിരുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പം ഈ സനാതന ധർമ്മത്തിൽ നിങ്ങൾക്കൊരു കുറവുണ്ടെങ്കിൽ നിങ്ങളതിനെ അടച്ചാക്ഷേപിക്കുകയല്ല വേണ്ടത്, മറിച്ച് നിങ്ങൾ അതിനകത്തുള്ള തെറ്റുകൾ തിരുത്തി കൊടുക്കുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഞാൻ NSS ജനറൽ സെക്രട്ടറി പറഞ്ഞത് തന്നെ ആവർത്തിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് നല്ല ഓർമ്മയുണ്ടാവുമല്ലോ, ഷർട്ട് ഇട്ടുകൊണ്ട് പോകാവുന്ന സ്ഥലങ്ങളുണ്ട്, ഷർട്ട് ഇടാണ്ട് പോയി. ഇന്ന് ശ്രീ ഗണേഷ് കുമാർ പറഞ്ഞതിനെ ഞാൻ ഇപ്പോൾ ഇവരുടെ ഭാഗമായിട്ടുള്ള മന്ത്രി എന്താ പറഞ്ഞത്, അമ്പലത്തിൻ്റെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും വിശ്വാസമുള്ളവ അമ്പലത്തിൽ പോയാൽ മതി എന്നാണ് പുള്ളി പറഞ്ഞത്. അതാണ് കറക്റ്റ് ലൈൻ. വിശ്വാസികളാണല്ലോ. ഗണേഷ് കുമാർ വിശ്വാസി തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഞാൻ പറയുന്നത് ഈ നമ്മുടെ ഗോവിന്ദനും അതുപോലെ വിജയനും ഒക്കെ അവിശ്വാസികളാണല്ലോ. പിന്നെ എന്തിനാണ് ഇവര് ഇക്കാര്യത്തിൽ വലിയ വേവലാതി ഇവർക്ക് എന്തിനാണ്? അത് രാഷ്ട്രീയമാണ്, അതാണ് രാഷ്ട്രീയം. യെസ്, ആ രാഷ്ട്രീയത്തെയാണ് നമ്മൾ എതിർക്കേണ്ടത്. തീർച്ചയായും. അപ്പോൾ അത് തെറ്റായിട്ടുള്ള സമീപനമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് മുന്നോട്ട് കൊണ്ടുപോകാം.